ഗ്രാമത്തിൽ നന്നായി മഴ പെയ്തുകൊണ്ടിരുന്നു. ആകാശത്ത് കറുത്ത മേഘം നിറഞ്ഞിരിക്കുകയായിരുന്നു. കാറ്റും വേഗത്തിൽ വീശുകയായിരുന്നു. രാമുവും ഷാമുവും ഒരു കൂരയുടെ താഴെ നിൽക്കുകയായിരുന്നു. തണുപ്പ് കാരണം രണ്ടുപേരും വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അവരുടെ വസ്ത്രങ്ങളും ഈ മഴ കാരണം വല്ലാതെ നനഞ്ഞിരിക്കുകയായിരുന്നു. ഷാമു, ഒരുപാട് തണുത്ത കാറ്റ് വീശുന്നുണ്ട്. എന്റെ ശരീരം ഒരുപാട് നടുങ്ങുന്നുണ്ട്. ഈ മഴ സമയത്ത് ചൂടുള്ള പക്കോട കിട്ടിയാൽ നന്നായിട്ടുണ്ടാവും. പക്ഷേ ഈ ക്ലൈമറ്റിൽ ആരാണ് പക്കോട ഇടുന്നത്? വീട്ടിൽ കാഞ്ഞു പോയ റൊട്ടി മാത്രമാണ് ഉള്ളത്. ഈ മഴ കാരണം എൻ്റെ വയറ്റിൽ എലി ഓടുന്നുണ്ട്. എലിയില്ല മോനെ, എൻ്റെ വയറ്റിൽ കുതിരയും ആനയും ഓടുന്നുണ്ട്. എന്തെങ്കിലും ഒരു വഴി ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ തണുപ്പ് കാറ്റ് കാരണം നമ്മൾ രാത്രിയിൽ വിശപ്പോടെ തന്നെ ഉറങ്ങേണ്ടി വരും. ശരി വരൂ റാമു, നമ്മൾ ആദ്യം നിന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ നിന്ന് എന്തെങ്കിലും ആലോചിക്കാം. നമ്മൾ ഇവിടെ നിന്നുകൊണ്ടിരുന്നാൽ പക്കോട കിട്ടുന്നതിന് മുൻപ് തന്നെ നമുക്ക് ന്യൂമോണിയ വന്നേക്കും. രാമുവും ഷാമുവും മഴയ്ക്ക് അവരുടെ കുട നിവർത്തി എന്നിട്ട് അവരുടെ വീടിനെ നോക്കി പോകാൻ തുടങ്ങി. രാമുവും ഷാമുവും വീട്ടിലേക്ക് വന്ന് അവിടത്തെ കയർകട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചമ്പ അവിടേക്ക് വന്നത്. അവർ രണ്ടുപേരും വെറുതെ ഇരിക്കുന്നത് അവർ നോക്കി. എന്നിട്ട് അവരെ വളരെ ദേഷ്യത്തോടെ തുറച്ചു നോക്കി. നിങ്ങൾ രണ്ടുപേരും രാജാവിനെ പോലെ ഇവിടെ കയറി ഇരിക്കുകയാണോ? ഇത് കണ്ടോ എത്ര വേഗത്തിൽ മഴ പെയ്യുന്നുവെന്ന്. കൂരയിൽ നിന്നും വെള്ളം ഒഴുകുകയാണ്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാനാകില്ല. ചമ്പ, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഈ വലിയ ക്ലൈമറ്റില് നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ പക്കോട കിട്ടിയാൽ ഒരുപാട് അടിപൊളിയായിട്ടുണ്ടാവും. അത് ശരി, സാറിന് ഇപ്പോൾ പക്കോട കഴിക്കണമല്ലേ? വീട്ടിൽ കടലമാവ് ഒട്ടുമില്ല. പിന്നെ പച്ചക്കറിയായിട്ട് പേരിന് ഉരുളക്കിഴങ്ങ് മാത്രം. ഈ മഴയത്ത് ഞാൻ എവിടെ ചെന്ന് ഉണങ്ങിയ വിറക് കൊണ്ടുവരാനാ? ചേട്ടത്തി, ഞങ്ങൾ കഴിക്കാൻ എന്തെങ്കിലും പുറത്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തു തരുമോ? എന്റെ അടുത്ത് ഒരു പുതിയ വഴിയുണ്ട്. ആദ്യം നിങ്ങൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും തേടി കണ്ടുപിടിച്ച് കൊണ്ടുവാ. വെറും വായ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും. എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. രാമുവും ഷാമുവും മാറി മാറി അവരെ നോക്കി. എന്നിട്ട് അവർ രണ്ടുപേരും ചിരിച്ചു. എന്തോ ഒന്ന് അവർക്ക് അറിയാവുന്നതുപോലെ. കുറച്ചു സമയത്തിന് ശേഷം മഴ ചെറുതായി തോർന്നു. രാമുവും ഷാമുവും ആ ഗ്രാമത്തിന്റെ വലിയ ആലമരത്തിനടുത്തേക്ക് ചെന്നു. രണ്ടുപേരും ആ മരത്തിനെ ചുറ്റി വളരെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴാണ് ഷാമുവിന്റെ ശ്രദ്ധയിൽ ആ മരത്തിന് താഴെ വേരിൽ നിൽക്കുന്ന ഫ്രഷായ കാട്ടു മഷ്റൂം അദ്ദേഹം കണ്ടത്. രാമു, അവിടെ നോക്ക്, എത്ര ഫ്രഷായ രുചിയുള്ള കാട്ടു മഷ്റൂം വളർന്നിട്ടുണ്ട്. നമ്മളുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത്ഭുതമുള്ള മഷ്റൂം അല്ലേ? ഇതിൽ പക്കോട ചെയ്താൽ അടിപൊളിയായിട്ടുണ്ടാവും. ഇത് ഒരുപാട് രുചിയായിട്ടുണ്ടാവും. ശരി ശരി, നമ്മൾ വേഗം തന്നെ ഇത് പറിച്ചേക്കാം. വേഗമാവട്ടെ. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോ? ചമ്പ ചേച്ചി അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അടുത്ത് ഉണങ്ങിയ വിറകുകളില്ല. ഇപ്പോൾ ഈ മഷ്റൂം പക്കോടയെ ആരാണ് ചെയ്യാൻ പോകുന്നത്? നീ പറയുന്ന കാര്യങ്ങളും നേരാണ്. ഈ ഗ്രാമത്തിൽ ഒറ്റ ഒരാൾ മാത്രമാണ് ഉള്ളത്. ഈ തണുത്ത കാലത്തിലും എന്തെങ്കിലും ചെയ്തു തരും. പക്ഷെ അവരുടെ അടുത്ത് പോകാനായിട്ട് എനിക്ക് കുറച്ച് പേടിയായിട്ടുണ്ട്. നീ ഇപ്പോൾ ആ പേട്ടൂറാമിനെ പറ്റിയാണോ സംസാരിക്കുന്നത്? ചേടാ വിട്ടേക്ക്, അവൻ കഴിക്കുന്ന കാര്യങ്ങളിൽ ഭ്രാന്തി പിടിച്ച പോലെ തന്നെ ഉണ്ട്. വാതിൽക്കൽ ഓടിന് താഴെയായി വളരെ ശക്തനായ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അവന് ഭംഗിയുള്ള മീശയുണ്ടായിരുന്നു. മുഖത്ത് നല്ലൊരു ചിരിയും ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റാരുമല്ല, അദ്ദേഹമാണ് പേട്ടൂറാം. പേട്ടൂറാം അദ്ദേഹത്തിന്റെ മീശ തിളക്കമുള്ളതും കയ്യിൽ കടായോടൊപ്പം പിന്നെ ചിന്തിച്ചു കൂട്ടുകയാണ് വിചിത്രമായ പലഹാരങ്ങളുടെ വ്യാപാരം. അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെ വെയിറ്റായ ഇരുമ്പ് കടായി ഇരിക്കുകയാണ്. ഇവിടെ ഒരുപാട് മഴ വരുന്നുണ്ട്. പക്ഷേ അകത്ത് ഭക്ഷണം ചെയ്യണമെന്ന് ആഗ്രഹം വരുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഭക്ഷണത്തിന് ഈ ഗ്രാമത്തിൽ ആരും മറക്കില്ല. പേട്ടൂറാം ആ ഇരുമ്പ് കടായി അടുപ്പിന് മുകളിൽ വെച്ചു. എന്നിട്ട് എന്തോ പാചകം ചെയ്യാൻ തുടങ്ങി. മറ്റൊരു വശത്ത് രാമുവും ഷാമുവും കയ്യിൽ ഒരു വലിയ മഷ്റൂം കൂടെ വെച്ചുകൊണ്ട് നടന്നു വരികയാണ്. പേട്ടൂറാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേ വന്നു. രാമു, പേട്ടൂറാമിന്റെ അടുത്ത് പോകാനായിട്ട് എനിക്ക് ഒരുപാട് പേടിയായിട്ടുണ്ട്. പോയ പ്രാവശ്യം അദ്ദേഹം മത്തങ്ങ അൽവ ചെയ്ത് അതിൽ മുളക് പൊടി ഇട്ട് എല്ലാവരും കഴിക്കാൻ വെച്ചു. എല്ലാവരും 2 ദിവസങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എനിക്കും അത് ഓർമ്മ ഉണ്ട്. പക്ഷേ ഷ്യാമു, അവരുടെ കയ്യിൽ മാജിക് ഉണ്ടല്ലേ? അദ്ദേഹം വിചിത്രമായിട്ട് എന്തെങ്കിലും ചെയ്താലും അവസാനമായിട്ട് അതിന്റെ രുചി ഒരുപാട് അടിപൊളിയായിട്ടുണ്ടാവും. നമുക്ക് വിശക്കുന്നുണ്ടല്ലേ, എന്ത് ചെയ്യാനാ? നീ പറയുന്നത് നേരാണ്. ഇപ്പോൾ പേട്ടൂറാമാണ് നമുക്ക് സഹായം ചെയ്യാൻ പോകുന്നത്. അവരുടെ അടുത്ത് വലിയ അടുപ്പുണ്ട്. പിന്നെ അദ്ദേഹം മഴക്കാലത്ത് എന്തെങ്കിലും പുതിയതായിട്ട് ഒന്ന് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും.
പിന്നെ എന്തിനാ സമയം കളയണം? ധൈര്യത്തോടെ ഇരിക്ക്. ഈ മഷ്റൂം കൂടെ എടുത്തേക്ക്. വരൂ, നമ്മൾ നേരായിട്ട് പേട്ടുറാം ദർബാറിലേക്ക് പോവാം. രണ്ടുപേരും നടന്ന് നേരിട്ട് പേട്ടുറാമിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാണ് പേട്ടൂറാം തന്റെ വീട്ടിൽ പാചകം ചെയ്യാനായി തുടങ്ങിയത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ കാലടി ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. അവിടെ ആരാണ്? അപ്പോഴാണ് രാമുവും ഷാമുവും പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നത്. പേട്ടൂറാം അവരെ കണ്ട് സന്തോഷവും കൊണ്ടു അതിശയിക്കുകയും ചെയ്തു. രാമു, ഷാമു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് ചെയ്യുന്നത്? പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് പേട്ടുറാം ചേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി ആ ആൾമരത്തിന്റെ അടിയിൽ വെള്ളയായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം എടുത്തുകൊണ്ട് വന്നത്. അതെ, ഞങ്ങൾ എന്താ കരുതെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൽ നിങ്ങളെ പോലെ ഒരു വലിയ പാചകക്കാരനില്ല. അത് കാരണം ഈ വലിയ ക്ലൈമറ്റിൽ നിങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. മഷ്റൂം ആണോ? വാവ്, ഇന്ന് ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും എന്റെ കൈകൊണ്ട് ഒരു വലിയ മഷ്റൂം പക്കോട ചെയ്തു തരുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഏതൊരു കളിയും നടക്കാൻ പറ്റില്ല. രാമുവും ഷാമുവും മാറി മാറി അല്പം സംശയത്തോടു കൂടി നോക്കി. പേട്ടൂറാം ആത്മവിശ്വാസത്തോടു കൂടി അവിടെ നിന്നുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. പിന്നെ ഫ്രഷായ മഷ്റൂം അതിലേക്ക് തട്ടി അത് നന്നായി കഴുകിയെടുത്തു. രാമുവും ഷാമുവും അവിടെ നിൽക്കുകയായിരുന്നു. പേട്ടൂറാം അവർ രണ്ടുപേരെയും നോക്കി. നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിന്ന് പാറിപ്പോവാൻ ശ്രമിക്കണ്ട. ഇന്ന് ഈ മഷ്റൂം പക്കോടയിൽ ഒരു രഹസ്യ മസാല ഇടാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിക്കാൻ പറ്റില്ലായിരുന്നോ? രഹസ്യ മസാലയോ? പേട്ടുറാം ചേട്ടാ, ദയവായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അധികമായിട്ട് ഏതും ചെയ്യല്ലേ. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. അത് കാരണം സാധാരണ പക്കോട തന്നെ കളിക്കുന്നു. വായടയ്ക്ക്. ഈ പേട്ടുറാം ചെയ്യുന്നതിന് ഹിസ്റ്ററി തന്നെ സംസാരിക്കണം. ഞാൻ ഈ കടലമാവില് കുറച്ച് അരച്ച പുളിയിനെയും പിന്നെ കുറച്ച് പഞ്ചസാര ഇടാൻ പോകുന്നുണ്ട്. രാമുവും ഷാമുവും പേടിച്ചു പോയി. അവർ മാറി മാറി നോക്കി. അവിടെ എന്ത് നടക്കാൻ പോകുന്നെന്ന് അവർക്കൊന്നും തന്നെ മനസ്സിലായില്ല. പേട്ടൂറാം ഒരു പാത്രത്തിൽ കടലമാവ് മിക്സ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, പിന്നെ ശർക്കരയും പുളിയും കലക്കി ഒഴിച്ചു. ഈ മിശ്രിതത്തിന്റെ മണം കണ്ടോ നിങ്ങൾ? എന്ത് മണം വീശുന്നുണ്ടല്ലേ? ഇപ്പോൾ ഇത് എണ്ണയിൽ പൊരിയുമ്പോൾ ഈ ഏരിയയിലുള്ളവരെല്ലാരും ഇവിടേക്ക് ഓടി വരും. കുറച്ചു സമയത്തിന് ശേഷം പേട്ടൂറാം ഒരു വലിയ കടായിൽ എണ്ണ തിളപ്പിച്ചു. എണ്ണ തിളച്ചതും അദ്ദേഹം കടലമാവിൽ കട്ട് ചെയ്ത മഷ്റൂം അതിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇടാൻ തുടങ്ങി. അവിടെ നല്ലൊരു വാസന വരാൻ തുടങ്ങി. അപ്പോഴാണ് ചമ്പയും അവിടേക്ക് വന്നത്. എന്റെ ദൈവമേ, ഇതെന്താണ് ഇത്രയും നല്ലൊരു മണം വീശുന്നത്? പേട്ടൂറാം സാറേ, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വരൂ ചമ്പ മോളെ, വരൂ, ഇവിടെ നോക്ക്. ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേട്ടുറാമിന്റെ സ്പെഷ്യൽ മഷ്റൂം പക്കോടെ. ഇത് കാണാൻ തന്നെ ഇത്ര നല്ലതായിരിക്കുന്നല്ലോ. ചമ്പ, ശരിക്കണ്ട. ഇവർ ഈ പക്കോടയിൽ പഞ്ചസാരയും പുളിയും ചേർത്തിട്ടുണ്ട്. ഇതിന്റെ രുചി എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. കഴിക്കുന്ന സമയം പൂർത്തിയായിട്ടുണ്ട്. വരൂ, എല്ലാവരും വന്ന് ഇരിക്ക്. ഞാൻ ചൂടുള്ള പക്കോട തരുന്നു. കുറച്ചു സമയത്തിന് ശേഷം എല്ലാരും അവിടെ ഉണ്ടായിരുന്ന കട്ടിലിൽ വന്നിരുന്നു. അവരുടെ മനസ്സിൽ കുറച്ച് പേടിയും ഉണ്ടായിരുന്നു, ഒരാകാംക്ഷയും ഉണ്ടായിരുന്നു. പേട്ടൂറാം ഒരു പാത്രം നിറയെ ചൂടുള്ള മഷ്റൂം പക്കോട എടുത്തുകൊണ്ടുവന്നു. അതെല്ലാവർക്കും നൽകി. ശരി, എല്ലാവരും ഒരു പക്കോട കയ്യിലെടുക്ക്. ഒരു കാരണം പറയാൻ പറ്റില്ല. 3 പേരും ചിന്തിക്കാൻ തുടങ്ങി ഇതിന്റെ രുചി എങ്ങനെയായിരിക്കുമെന്ന്. എന്നാലും അവരെല്ലാരും ചെറിയൊരു കുഴപ്പത്തോടെ ഓരോന്ന് കയ്യിലെടുത്തു. ചെറുതായി ആ പക്കോടയെ കടിച്ചു. ഒരു കടി കടിച്ചതും അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ടായി. നോക്കണേ പേട്ടുറാം ചേട്ടാ, പുറത്ത് ഇത്ര ക്രിസ്പി ആയിട്ട് അകത്ത് മഷ്റൂം ഇത്ര സോഫ്റ്റ് ആയിട്ടുണ്ട്. പഞ്ചസാര പുളിയുടെ ഇനിപ്പ് പുളിപ്പ് രുചി. വാവ്, ഇത് ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വലിയ പക്കോട കഴിച്ചിട്ടേ ഇല്ല. അതേ പേട്ടൂറാം സാറേ, നിങ്ങളുടെ പാചകത്തെ ആർക്കും വിജയിക്കാനാവില്ല. ഈ മഴക്കാലത്ത് ഈ ചൂടുള്ള പുളിയും രുചിയും ചേർന്ന ഈ പക്കോട മനസ്സിനെ വിജയിച്ചു കഴിഞ്ഞു. എനിക്ക് കുറച്ചുകൂടി തരുമോ? ഞാൻ പറഞ്ഞല്ലേ, കണ്ടില്ലേ, പേട്ടുറാം കൈകൊണ്ട് ഉണ്ടാക്കിയതില് എപ്പോഴും തെറ്റ് നടന്നിട്ടേ ഇല്ല. കഴിക്കോ കഴിക്കോ, വയറ് നിറച്ച് കഴിക്കോ. ഇനിയും അകത്ത് ഒരു കടായിലിട്ടിട്ടുണ്ട്. എല്ലാരും പക്കോട കഴിക്കാൻ തുടങ്ങി. ആ ചെറിയ മഴയത്ത് അവർ സന്തോഷത്തോടെ സംസാരിച്ചു. ഒപ്പം ആ പക്കോടയും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു.
ഈ സന്തോഷത്തോടെ അവരുടെ ഈ ദിവസവും അവസാനിച്ചു. പിന്നെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചെറുതായി പെയ്യുന്ന മഴയത്ത് ഒരു തള്ളുവണ്ടി ആലമരത്തിനടിയിലേക്ക് വന്നു. ആ വണ്ടി വ്യത്യാസമായ രീതിയിൽ നന്നായി അലങ്കരിച്ചിരുന്നു. ആ വണ്ടി മറ്റാരുടേതുമല്ല, പേട്ടൂറാമിന്റേതായിരുന്നു. വരൂ വരൂ, പേട്ടുറാമന്റെ അത്ഭുതമായ മഷ്റൂം പക്കോട കഴിക്കൂ. അത്ഭുതമായ രുചി, മനസ്സിന് സന്തോഷം കിട്ടും. അപ്പോഴാണ് രാമുവും ഷാമുവും അതുവഴി വന്നത്. അവർ പേട്ടൂറാമിന്റെ ആ കട കണ്ടു. അവർക്കുടനെ സന്തോഷമായി അവർ അവിടേക്ക് വന്നു. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു കടയിട്ട് രുചിയില്ലാതെ നിങ്ങളുടെ നാക്കിലേക്ക് വൈദ്യം കാണിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ നോക്കൂ ചേട്ടാ, നിങ്ങളുടെ ഈ കട വേഗത്തിൽ തന്നെ ഫേമസ് ആയി പോവും. എല്ലാ ജനങ്ങളും നിങ്ങളുടെ മഷ്റൂം പക്കോട കഴിക്കാനായിട്ട് വരും. എന്ത് നേരാണോ? അതെ, തീർച്ചയായിട്ടും. ശരി, തരൂ. ഞങ്ങൾക്കൊരു പ്ലേറ്റ് തരൂ. ഒരു പ്ലേറ്റ് എത്രയാണ്? ഹാഫ് പ്ലേറ്റ് 501, ഫുൾ പ്ലേറ്റ് 1001. എന്ത്, ഇത്ര വിലയോ? ഷ്യാമു, നീ പറഞ്ഞത് നേരാണ്. ജനങ്ങൾ തീർച്ചയായിട്ടും വരും, പക്ഷേ രുചിനെ വേണ്ടിയില്ല, ഈ പ്രാന്തനെ കാണാനായിട്ട്. എന്താ നിങ്ങൾ സംസാരിക്കണത്? എന്നെ കളിയാക്കുന്നുണ്ടോ? പേട്ടൂറാം അവർ സംസാരിച്ചത് കേട്ടു. എന്നിട്ട് കയ്യിൽ കരണ്ടി എടുത്തുകൊണ്ട് അവർ രണ്ടുപേരെയും വിരട്ടാൻ തുടങ്ങി. രാമുവും ഷാമുവും അവിടെ നിന്നും പേടിച്ചോടി. ഇതോടുകൂടി ഈ കഥയും അവസാനിച്ചിരിക്കുകയാണ്.